ഗ്രാമത്തിൻ്റെ അതിര് വരെ ഈ ബസ് പോവില്ല. അവിടെ പോയാൽ പിന്നെ ആരും തിരികെ വരില്ല. ആ ഒരു ഗ്രാമത്തിലേക്ക് അവസാനത്തെ ബസ്സായിരുന്നു അത്. ആ ഒരു പ്രദേശത്തിലേക്ക് തന്നെ എപ്പോഴെങ്കിലും മാത്രമേ ബസ് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ രാത്രി അവസാനമായി പോകുന്ന ബസ്സായിരുന്നു അത്. എന്നാൽ ആ ഗ്രാമത്തിന്റെ അതിർത്തി വരെ പോവാൻ ആ ബസ്സിന് അനുവാദമുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു വഴി എന്നത് ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു. ഒരു ബസ് കടന്നു പോകാൻ മാത്രം പറ്റുന്ന വഴി. മുന്നിൽ നിന്നും ഏതെങ്കിലും വാഹനം വരികയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നടന്നു വരികയോ ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ അടുത്തുകൂടി പോകാൻ വഴിയുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു വഴിയായിരുന്നു അത്. അന്നത്തെ രാത്രി ആ ബസ്സിനുള്ളിൽ പോകുന്ന സമയത്ത് ആ ബസ് ഡ്രൈവർക്കും ആ ബസ്സിലെ കണ്ടക്ടർക്കുമുണ്ടായ ഒരു പ്രേതാനുഭവമാണിത്. ഈ ഒരു കഥ എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞു തന്നതാണെങ്കിൽ പോലും ഈ ഒരു കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ സങ്കല്പത്തിനനുസരിച്ച്, ഒരു കഥാകൃത്തിൻ്റെ അവകാശത്തിനനുസരിച്ച് ഞാനിതിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഈ കഥ എന്താണെന്ന് നമുക്ക് കേൾക്കാം. എന്നാൽ അവരെ അവിടെ കാത്തിരിക്കുന്നത് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരായിരുന്നു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. ഗ്രാമത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു ഭാഗമോ ഞാനിവിടെ പറയുന്നില്ല. സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് അവസാനത്തെ ബസ് സർവീസ് ആയിരുന്നു അത് എന്ന് മാത്രം ഞാൻ പറയാം. എന്നാൽ കുറച്ച് പിന്നോട്ട് നമുക്ക് പോയി നോക്കാം. അവിടെ എനിക്കൊരു കഥ പറയാനുണ്ട്. ഏകദേശം 2008 കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണിത്. 2008 ആദ്യമായിട്ടാണ് രാഘവന് ഈ ഒരു ബസ് കമ്പനിയിലേക്ക് ജോലി ലഭിക്കുന്നത്. എന്നാൽ അതൊരു എക്സാം എഴുതിയോ അല്ലെങ്കിൽ ഒരു അഭിമുഖ സംഭാഷണത്തിലൂടെയോ ഒന്നുമായിരുന്നില്ല. ഏതോ ഒരു അകന്ന ബന്ധു വഴിയായിരുന്നു അദ്ദേഹത്തിന് ഈ ജോലി ലഭിച്ചത്. എന്നാൽ രാഘവന് ഈ ഒരു ജോലിക്ക് പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. രാഘവന്റെ മനസ്സിൽ മറ്റു ചില ആഗ്രഹങ്ങളായിരുന്നു രാഘവന് ഉണ്ടായിരുന്നത്. എന്നാൽ രാഘവന്റെ കുടുംബത്തിന് ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ പോലും രാഘവൻ തനിക്ക് കിട്ടിയ ഈ ജോലി ഏറ്റെടുക്കുകയല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു രാഘവൻ ഈ ജോലി ഏറ്റെടുത്തതും അങ്ങോട്ടേക്ക് പോയതും. അങ്ങനെ രാഘവൻ ആ ജോലിക്കായി ആ ഒരു ഗ്രാമത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അന്ന് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ഒരു ഡ്രൈവറെ പരിചയപ്പെട്ടതിന് ശേഷം തനിക്ക് പോകേണ്ട വണ്ടി ഇതാണെന്നും ഇതിലാണ് നിങ്ങളിനി ജോലി ചെയ്യേണ്ടതെന്നും അദ്ദേഹം രാഘവനോട് പറഞ്ഞു. എന്നാൽ രാഘവന് ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ആ ഒരു ബസ്സിൽ കയറി അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അടുത്ത ദിവസം ആ ഒരു ഡ്രൈവർ പറഞ്ഞു, നമുക്കെന്നും അവസാനത്തെ ബസ് റൂട്ടാണ് അങ്ങോട്ടേക്ക്. ആ ഒരു ലാസ്റ്റ് ബസ് ടൈമിംഗ് ആണ് നമ്മുടേത്. അധികം ആൾക്കാരൊന്നും ഉണ്ടാകില്ല, എങ്കിലും 1-2 ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിർത്തി വരെ പോയില്ലെങ്കിൽ കൂടി ഗ്രാമത്തിൻ്റെ പകുതി വെച്ച് നമുക്ക് ബസ് തിരികെ എടുക്കാൻ പാകത്തിലുള്ള ഒരു വഴിയുണ്ട് അവിടെയാണ് ഞാൻ ബസ് നിർത്തി വണ്ടി തിരിക്കാറ്. ഇനി ഗ്രാമത്തിൻ്റെ അതിർത്തിയിലേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിലും ആ ഒരു ഭാഗം വരെ മാത്രമേ ഞാൻ കൊണ്ട് നിർത്താറുള്ളൂ. ഇനി ഒരു പക്ഷേ ആരെങ്കിലും ബസ്സിനകത്തേക്ക് കയറുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് കർശനമായി ചോദിക്കാറുമുണ്ട്. കാരണം ആരെങ്കിലും രാത്രി ആ ഒരു ബസ്സിൽ കയറി അതിർത്തി വരെ പോകണമെന്ന് പറഞ്ഞാൽ അത് അല്പം ബുദ്ധിമുട്ടാണ്. ഇനി പകുതി വഴിയിൽ ഉപേക്ഷിക്കാമെന്ന് വെച്ചാലോ, കൊടും കാടിന് നടുവിലുള്ള ഈ ഒരു വഴിയിൽ ആരെയെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ പേരിലേക്ക് വരും. അതുകൊണ്ട് ആരെങ്കിലും കയറുന്നതിന് മുന്നേ തന്നെ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ബസ്സിൽ കയറ്റാറുള്ളൂ അവരെ എന്നുകൂടി കണ്ടക്ടറോട് ഡ്രൈവർ പറഞ്ഞു. അങ്ങനെ അവർ അന്ന് താമസ സ്ഥലത്ത് നിന്ന് പകൽ സമയമെല്ലാം അവിടെ തന്നെ ചിലവഴിച്ച് അവസാനത്തെ ബസ് റൂട്ടിനായി അവർ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. ഏകദേശം ഒരു 5-6 പേര് മാത്രമേ ആ ബസ്സിനകത്തേക്ക് കയറിയിരുന്നുള്ളൂ. എന്നാൽ രാഘവന്റെ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ രാഘവൻ അതിൽ കയറിയ എല്ലാവരോടും അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കാൻ പറ്റിയിരുന്നില്ല. 4-5 പേരോട് അദ്ദേഹം ചോദിച്ചു. എന്നാൽ ഒരാളോട് രാഘവൻ അത് ചോദിക്കാൻ മറന്നുപോയിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തായി പോയി ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന സമയത്താണ് രാഘവൻ അദ്ദേഹത്തോട് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് പറഞ്ഞത്.
ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ പോകണമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു ബസ് ഡ്രൈവറും ആ ഒരു കണ്ടക്ടറും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി. ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു ബസ് ഉടനെ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിന്നു. എന്നിട്ട് ഉടനെ തന്നെ കണ്ടക്ടർ ഡ്രൈവറെ നോക്കി. ആ സമയത്ത് ഡ്രൈവറുടെ മുഖം വളരെയധികം വിളറി വെളുത്ത ദേഷ്യത്തിലായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ, ഇനി എന്ത് ചെയ്യാനാ, ഇവിടെ വരെ എത്തിയില്ലേ, ഇനി അദ്ദേഹത്തെ ആ ഒരു അതിർത്തിയിൽ കൊണ്ടിടാതെ നമുക്ക് തിരികെ വരാൻ സാധ്യമല്ല എന്നുകൂടി ഡ്രൈവർ പറഞ്ഞു. എന്നാൽ കണ്ടക്ടർക്ക് ഇതിനെക്കുറിച്ച് ഒരു വശവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു അതിർത്തി വരെ പോയി തിരികെ വരാൻ ഇത്ര മടിക്കുന്നു എന്ന് ആ ഒരു കണ്ടക്ടർ ഡ്രൈവറോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഡ്രൈവർ അതിന് ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം ഡ്രൈവർ പറഞ്ഞു, നീ പുതിയതാണ്, നിനക്ക് ഒന്നും അറിയില്ല എന്ന്. എനിക്കൊന്നും അറിയില്ല, എന്നാൽ എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ പറഞ്ഞു തരണമെന്നും ആ ഒരു കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. എന്നാൽ അതിന് ആ ഒരു ഡ്രൈവർ ഒന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ അവർ ആ ഒരു ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരും ആ ബസ്സിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവസാനമായി അതിനകത്ത് ഒരു വൃദ്ധൻ മാത്രമേ ബാക്കിയായിരുന്നുള്ളൂ. ആ ഒരു ഡ്രൈവർ ആ ഒരു വൃദ്ധനെ ശപിച്ചുകൊണ്ട് വീണ്ടും അവർ ബസ് തിരിക്കുന്ന ഇടത്തു നിന്നും ആ അതിർത്തി വരെ കൊണ്ടെത്തിച്ച് അദ്ദേഹത്തെ അവിടെ ഇറക്കി വിട്ടു. അതിനുശേഷം ഡ്രൈവറോട് കണ്ടക്ടർ പറഞ്ഞു, ഇനി എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോവുക എന്ന്. ആ സമയത്ത് ഡ്രൈവർ ദേഷ്യത്തോടെ ആ ഒരു കണ്ടക്ടറെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അറിയാവുന്നതല്ലേ നമ്മൾ വന്ന ആ ഒരു വഴി, ഇനി തിരിച്ചു പോകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ വന്ന വഴി എന്തായാലും പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പോവേണ്ടത് മറ്റൊരു പാതയിലൂടെയാണ്. എന്നാൽ ആ ഒരു പാതയിലൂടെ ഈ സമയത്ത് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് നിർത്തി. ആ സമയത്ത് കണ്ടക്ടർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ഒരു വഴിയിലൂടെ നമ്മൾ പോവണ്ട എന്ന് പറയുന്നത്? എന്നാൽ ആ സമയത്ത് ഡ്രൈവർ അതിന് മറുപടിയായി ഒന്നും തന്നെ പറഞ്ഞില്ല. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ആ വഴിയെ തന്നെ പോകാമെന്ന് കണ്ടക്ടറോട് ഡ്രൈവർ പറഞ്ഞു. ആ ഒരു വഴി എന്ന് പറഞ്ഞത് ഒരു മൺപാത നിറഞ്ഞ വഴിയാണ്. നിറയെ ചെളികളും അതുപോലെ വലിയ വലിയ കുഴികളുമുള്ള ഒരു സ്ഥലം. ആ ഒരു വഴിയിലൂടെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ആ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് കണ്ടക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടായ ഒരു വഴിയിലൂടെ നമുക്ക് പോവേണ്ടത്? നമുക്ക് എന്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വെച്ച് ബസ് തിരിച്ച് നമ്മൾ വന്ന വഴിയെ തന്നെ പോയിക്കൂടായിരുന്നു? എന്നാൽ ഡ്രൈവർ കണ്ടക്ടറോട് ശകാരിച്ച് ഒരു കാര്യം പറഞ്ഞു, നീ നിന്റെ പണി ചെയ്താൽ മതി, ഇത് എനിക്കറിയാമെന്ന്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ബസ് ആ ഒരു മൺപാതയുടെ ഒത്ത നടുക്ക് നിശ്ചലമായത്. എന്തോ പെട്ടെന്ന് റേഡിയേറ്റർ ചൂടായതൊക്കെ ആവാം എന്ന് പറഞ്ഞ് ഡ്രൈവർ കണ്ടക്ടറും ഡിസ്കസ് ചെയ്തു. എന്നിട്ട് കണ്ടക്ടറോട് ഡ്രൈവർ പറഞ്ഞു, ഈ വണ്ടിയിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് നോക്കൂ, എന്നിട്ട് ആ ബോട്ടിലെടുത്ത് വന്ന് ഈ റേഡിയേറ്ററിൽ ഒഴിച്ച് അല്പസമയം കാത്തിരിക്കാം, എന്നിട്ട് നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത് പോവാമെന്ന് പറഞ്ഞു. എന്നാൽ ആ കണ്ടക്ടർ ആ ഒരു ബസ് മുഴുവൻ തിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ചില ബോട്ടിൽസുകൾ ലഭിച്ചു. എന്നാൽ അതിലൊന്നും വെള്ളമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഡ്രൈവർ മനസ്സിൽ സ്വയം പിറുപിറുക്കുന്നത്, ഈ വഴി നിനക്ക് അറിയില്ല, നീ എന്താണ് ചെയ്യുന്നത്, ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ആ ഒരു ഭാഗത്തെ ആ ഒരു അമാനുഷികമായ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ കണ്ടക്ടറോട് ആ ഡ്രൈവർ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു കണ്ടക്ടർ അദ്ദേഹത്തിനടുത്ത് വന്ന് പറഞ്ഞത്, ഈ ബോട്ടിലൊന്നും വെള്ളമില്ല, ഇനി എന്ത് ചെയ്യുമെന്ന്. ആ സമയത്ത് ഡ്രൈവർ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു കിണറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നറിയാം. അവിടെ ചെന്ന് വെള്ളം എടുത്തു വരും. അതിനുശേഷം ആ വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇവിടെ നിന്നും തിരികെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കണ്ടക്ടർക്ക് ഈ ഭാഗത്തെ ഈ അമാനുഷികമായ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഡ്രൈവർ തിടുക്കത്തിൽ ഓക്കെ, ഞാൻ വെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ ഒരു 200 മീറ്റർ ഉൾക്കാടിനുള്ളിലൂടെ ചെന്നതിന് ശേഷം ആ ഒരു വലിയ കിണറിൻ്റെ അടുത്ത് ആ ഒരു കണ്ടക്ടർ എത്തി. ഉടനെ തന്നെ ആ ഒരു ഭാഗം മുഴുവൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പേടി കുമിഞ്ഞുകൂടിയിരുന്നു. അയ്യോ, ഇങ്ങനെ ഒരു സ്ഥലമോ, ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ വെള്ളമെടുക്കാനാണ്? അങ്ങനെ ആ കിണറിൻ്റെ അരികിൽ ചെന്ന് ആ ഒരു കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ആ കിണറിൻ്റെ അറ്റം കാണുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ നിഴൽ പോലും കാണുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഇരുട്ടായിരുന്നു അവിടെ. ഇത് കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയം കുറച്ചുകൂടിയേറി. എന്നാലും വെള്ളമെടുക്കാമെന്ന് കരുതി കപ്പിയും കയറും തിരയുന്ന സമയത്ത്
ആ ഒരു കിണറിൻ്റെ അടുത്ത് പോലും കപ്പിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കുന്ന സമയത്ത് ആ കിണറിന് അരികിലൊക്കെയായി ചില തെച്ചിപ്പൂക്കളും അതുപോലെ ചന്ദനത്തിരികളും കത്തിച്ചു വെച്ച പോലെ ചില അടയാളങ്ങൾ അദ്ദേഹം കണ്ടു. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒന്നുകൂടി ആ കിണറിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ആ കിണറിലേക്ക് ഇറങ്ങിയാണ് വെള്ളം എടുക്കേണ്ടത് എന്ന്. ആ ഒരു കിണറിന് ചുറ്റും ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വഴി റൗണ്ടായിട്ട് ഇറങ്ങിയിട്ട് വേണം ആ വെള്ളം എടുക്കാനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു കിണറിലേക്ക് ഇറങ്ങാൻ അല്പം ഭയം തന്നെയായിരുന്നു. അതും ഒറ്റയ്ക്ക് അതിനകത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് തീരെ ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ഒരു ബസ്സിനരികിലേക്ക് വെള്ളമെടുക്കാതെ ചെന്നു. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, ഇത്തരത്തിലുള്ളൊരു കിണറിലേക്ക് നിങ്ങൾ എന്നെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾക്കും അല്പം എൻ്റെ കൂടെ പോന്നൂടെ എന്ന്. ആ ഒരു കിണറിൽ ഒറ്റയ്ക്കിറങ്ങി വെള്ളമെടുക്കാനുള്ള ധൈര്യം എനിക്കില്ല, അവിടെ മൊത്തം ഇരുട്ടാണ് എന്ന് പറഞ്ഞു. നിങ്ങളും കൂടെ വരികയാണെങ്കിൽ ഞാൻ വെള്ളമെടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞു, ശരി, ഞാനും നിന്റെ കൂടെ വരാം, കാരണം ഇവിടെ നിന്നും രക്ഷപ്പെടേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എന്ന് ആ കണ്ടക്ടർ ഒന്നുകൂടി ശകാരിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും ആ കിണറ്റിൻ കരയിലേക്ക് നടന്നു. എന്നിട്ട് ആ ഡ്രൈവർ പറഞ്ഞു, ശരി, നീ ഇറങ്ങി വെള്ളമെടുക്കുക, ഞാനിവിടെ നിൽക്കാമെന്ന്. ആ സമയത്ത് ആ ഒരു രാഘവൻ എന്ന ആ കണ്ടക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെ ആ ഒരു ചെറിയ മൊബൈൽ ഫോൺ വെച്ച് എനിക്ക് വെളിച്ചം കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന്. എന്നാൽ രാഘവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവർ ഉപയോഗിച്ചിരുന്നത് സാധാരണ രീതിയിലുള്ള ഒരു കീപാഡ് ഫോണായിരുന്നു. അതിൽ നിന്നും വരാവുന്നതിലും അധികം വെളിച്ചം അതിനകത്തേക്ക് കൊടുത്തിട്ടും രാഘവന് അടിത്തട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ രാഘവൻ ഓരോ പടികളായി ഇറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാഘവൻ ഉറക്കെ അദ്ദേഹത്തെ വിളിച്ചത്. ഡ്രൈവറെ എന്താണ് പറഞ്ഞതെന്ന് കേട്ടാൽ അല്പം വിചിത്രമായി തോന്നാം. ഇവിടെ ആരോ കുളിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇറങ്ങി വെള്ളം എടുത്തോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് രാഘവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രൈവർ പറഞ്ഞു, നീ വെള്ളമെടുത്ത് വേഗം കയറ്, അവിടെ ഉള്ളവരെ ഒന്നും നീ ശ്രദ്ധിക്കേണ്ട. എന്നാലും രാഘവൻ ആ ഒരു ആളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു രൂപം ആ ഒരു കിണറ്റിൽ കുളിക്കുന്നത് പോലെ. എന്നിട്ട് രാഘവൻ ആ രൂപത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കിണറ്റിൽ കുളിക്കാൻ ഇത്രയ്ക്ക് ധൈര്യം, അതും ഈ സമയത്ത് എന്ന്. എന്നാൽ ആ രൂപം രാഘവനോട് ഒരു മറുപടിയും പറയുന്നുണ്ടായില്ല. അത് ആ വെള്ളത്തിൽ ഓളം തഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു രൂപം വെള്ളത്തിൽ മുങ്ങുന്നുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പൊങ്ങുന്നത് ആ ഒരു വെള്ളത്തിൽ നിന്നായിരുന്നില്ല. പിന്നെ ആ രൂപം കാണുന്നത് ആ ഒരു കോണിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന പോലെയായിരുന്നു. ഉടനെ തന്നെ രാഘവൻ ആ ഒരു ഡ്രൈവറോട് പറഞ്ഞു, ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തോട് എന്ത് ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി പറയുന്നില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിന് ആ ഡ്രൈവർ പറഞ്ഞു, നീ വെള്ളമെടുത്ത് മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി, അവിടെ ഉള്ളവരെ ആരും നീ ശ്രദ്ധിക്കേണ്ട എന്ന്, അവിടെ അങ്ങനെ ആരും ഉണ്ടാവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാഘവൻ അവിടെ ഒരാളെ കാണുന്നുണ്ടായിരുന്നു. ഒരാൾ അവിടെ നിന്ന് കുളിക്കുന്ന പോലെയുള്ള ഒരു രൂപം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമെടുത്ത് രാഘവൻ തിരികെ കയറാനൊരുങ്ങുന്ന സമയത്ത് ആ രൂപത്തെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡ്രൈവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നീ വേഗം കയറി വാ, നമുക്കിവിടെ നിന്നും പെട്ടെന്ന് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ രാഘവൻ ഇതൊന്നും കാര്യമാക്കാതെ ആ ഒരു രൂപത്തെ തന്നെ നോക്കുകയാണ്. കാരണം രാഘവന് ഇവിടെ ഉണ്ടായിരുന്ന കഥകളൊന്നും അറിയില്ല. എന്നാലും ഈ അസമയത്ത് ഈ ഒരു പാതിരാത്രി ആരാണ് ഈ കിണറ്റിൽ കുളിക്കുന്നതെന്ന ആ ഒരു സംശയവും ചിന്തയും മാത്രമേ രാഘവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രാഘവൻ ഡ്രൈവർ പറഞ്ഞത് കേട്ടിട്ടും അവിടെ തന്നെ ആ ഒരു രൂപത്തെ തന്നെ നോക്കി അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് രാഘവൻ തിരിച്ച് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് രാഘവന്റെ കാലിൽ ആരോ കയറി പിടിച്ച പോലെ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഒരു കൈ വന്ന് രാഘവന്റെ കാലിൽ അമർത്തി പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് രാഘവൻ പറഞ്ഞു, നിങ്ങൾ വീട്, നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത്, എനിക്ക് തിരിച്ച് കയറേണ്ടതാണ് എന്ന് ആ ഒരു രൂപത്തോട് രാഘവൻ പതുക്കെ പതുക്കെ പറഞ്ഞു. എന്നാൽ ആ ഒരു രൂപം ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം ആ ഒരു രൂപം ഒരു ആത്മാവായിരുന്നു. ആ ഒരു രൂപം ഒരു പൈശാചികമായ ഒരു കൊടും പിശാചായിരുന്നു എന്ന് രാഘവന് അറിയില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ തൻ്റെ കാലിൽ അതിശക്തമായി വലിച്ച് രാഘവനെ ആ ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടു.
എന്നാൽ രാഘവൻ ആ ഒരു കിണറ്റിൽ മുങ്ങി താഴുന്നത് കണ്ട് പെട്ടെന്ന് ഡ്രൈവർ ആ ഒരു കോണിപ്പടി ഇറങ്ങി വന്ന് രാഘവനെ സഹായിക്കാനായി ശ്രമിച്ചു. എന്നാൽ രാഘവൻ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇതിനകത്തേക്ക് ചാടണ്ട എന്ന്. എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ നീന്തി കരയ്ക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ ആരോ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു ഡ്രൈവർ അതിനകത്തേക്ക് ഇറങ്ങി ആ ഒരു കോണിപ്പടികളിൽ കുറച്ച് താഴേക്ക് എത്തിയ സമയത്ത് തൻ്റെ മൊബൈൽ ഫോണിലെ ആ ഒരു വെളിച്ചം അവിടെ മൊത്തം ഒന്ന് പ്രകാശിപ്പിച്ചു. ആ സമയത്ത് ആ ഒരു രാഘവന്റെ ചുറ്റും 3 പൈശാചികമായ രൂപങ്ങൾ രാഘവനെ തന്നെ പിടിച്ചു താഴ്ത്തുന്ന രീതിയിൽ അവന് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട ഉടനെ തന്നെ ആ ഒരു ഡ്രൈവർക്ക് വല്ലാത്ത പേടി തോന്നി. ആ ഒരു സമയത്ത് തൻ്റെ കഴുത്തിലെ ഒരു രുദ്രാക്ഷം അദ്ദേഹം അമർത്തി പിടിച്ച് അദ്ദേഹം എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ആ ഓളം തഴുകിക്കൊണ്ടിരിക്കുന്ന കിണർ നിശ്ചലമായി. അവിടെ നിന്നും ആ ഒരു കണ്ടക്ടർ കയറി അവർ രണ്ടുപേരും ആ ഒരു ബസ്സിനടുത്തേക്ക് ചെന്നു. ആ സമയത്ത് ആ ഒരു ഡ്രൈവറോട് കണ്ടക്ടർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഡ്രൈവർ ആ ഒരു കണ്ടക്ടറോട് മറുപടിയായി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ ആ ബസ്സിനകത്തേക്ക് എത്തി. മുഴുവനായി നനഞ്ഞ രൂപത്തിലായിരുന്നു ആ ഒരു കണ്ടക്ടർ ആ ഒരു ബസ്സിനകത്തേക്ക് കയറിയത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളം ആ ഒരു റേഡിയേറ്ററിൽ ഒഴിച്ചു. ആ സമയത്ത് വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ആ ഒരു ബസ് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ അല്പസമയം കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്തും കണ്ടക്ടർ ഡ്രൈവറോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡ്രൈവർ ആ ഒരു കിണറ്റിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടക്ടറോട് ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്ന് ഡ്രൈവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കണ്ടക്ടർ കണ്ട ആ ഒരു കാഴ്ച അതിഭീകരമായിരുന്നു. കണ്ടക്ടർ ആ ഒരു ഡ്രൈവറുടെ മുഖത്ത് കണ്ടത് പാതി കരിഞ്ഞ അല്ലെങ്കിൽ പാതി അഴുകി ദ്രവിച്ച ഒരു മുഖമുള്ള ഒരാളെ പോലെ ആ ഡ്രൈവറെ തോന്നിക്കുന്നു. പെട്ടെന്ന് ആ ഒരു കണ്ടക്ടർ അവിടെ നിന്നും നിലവിളിച്ച് ബസ്സിന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നിന്നും പെട്ടെന്ന് ആ ഒരു ഡ്രൈവർ തൻ്റെ മുന്നിലേക്ക് വരുന്നു. നീ എങ്ങോട്ടാണ് നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ അകത്തുണ്ടായിരുന്നില്ലേ, പിന്നെ എപ്പോഴാണ് നിങ്ങൾ പുറത്തേക്ക് എത്തിയത്? നമ്മൾ രണ്ടുപേരും കിണറ്റിൻ കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഞാനൊന്ന് മൂത്രമൊഴിക്കാനായി അപ്പുറത്തേക്ക് പോയതാണ്, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചതാകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ബസ്സിനകത്ത് കയറി വീണ്ടും ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബസ് സ്റ്റാർട്ടായി. എന്നിട്ട് അവർ അവിടെ നിന്നും മടങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ ഡ്രൈവറും കണ്ടക്ടറും അല്പസമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടക്ടർ ബാക്കിൽ എവിടെയെങ്കിലും സീറ്റിൽ ഇരിക്കാമെന്ന് കരുതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു ബസ്സിൽ ഏകദേശം 11 പേരെ ആ ഒരു കണ്ടക്ടർ കണ്ടു. അവരെല്ലാവരും യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന പോലെ തയ്യാറായിട്ടായിരുന്നു ആ ഒരു ബസ്സിൽ ഇരുന്നിരുന്നത്. എന്നിട്ട് ആ ഒരു കണ്ടക്ടർ അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് ഈ ബസ്സിൽ കയറിയത്? ഞങ്ങൾ അവസാനത്തെ സ്റ്റോപ്പ് എത്തി തിരിച്ചു പോവുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ച് കയറിയതാണോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അതിൽ ആ ഒരു 11 പേരും ആ കണ്ടക്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നിട്ട് ആ ഒരു കണ്ടക്ടർ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് പോവേണ്ട സ്ഥലം പറയൂ, ഞാൻ ടിക്കറ്റ് തരാം എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആരുടെ അടുത്ത് ചെന്നിട്ടും ആ ഒരു കണ്ടക്ടർക്ക് ഒരു മറുപടിയും ലഭിച്ചില്ല. എന്നിട്ട് അവസാനത്തെ ആ സീറ്റിലിരിക്കുന്ന ആ ഒരു വൃദ്ധനരികിൽ ചെന്ന് അദ്ദേഹത്തോട് അവസാനമായി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്. എന്നാൽ ആ ഒരു വൃദ്ധൻ തനിക്ക് നേരെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തി പുറകിലേക്ക് നോക്കുന്ന സമയത്ത് 11 പേരെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആ ഒരു 11 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കണ്ടക്ടറോട് പറഞ്ഞു, നിനക്ക് എന്താണ് വട്ടായോ? അവിടെ ആരും തന്നെയില്ല, നീ ആരോടാണ് ഇങ്ങനെ പെറുപെറുത്ത് സംസാരിക്കുന്നത്? വീണ്ടും കണ്ടക്ടർ ഒന്നുകൂടി നോക്കി. ആ സമയത്ത് ആ ഒരു 11 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് ആ കണ്ടക്ടർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ 11 പേർക്കും എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിച്ച പോലെയുണ്ട്. ചിലരുടെ ചെവിയിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ട്, ചിലരുടെ കാലുകൾ പകുതിയില്ല, ചിലരുടെ തല പകുതിയില്ല, ചിലരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്നുണ്ട്. അങ്ങനെ ഓരോ അപകടം പിടിച്ച ഓരോ അവസ്ഥകളായിരുന്നു ആ 11 പേർക്കും. പെട്ടെന്ന് ഉടനെ തന്നെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് ഡ്രൈവറോട് ഈ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. ആ സമയത്ത് ഡ്രൈവർ വീണ്ടും ബസ് നിർത്തി ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ആ ഒരു ഡ്രൈവറും ഈ ഒരു കണ്ടക്ടറും ആ ഒരു കാഴ്ച കാണുന്നത്. ആ സമയത്ത് ആ ഡ്രൈവറും ആ ഒരു 11 പേരെ കണ്ടു എന്നാണ് എന്നോട് പറഞ്ഞത്.
എന്നിട്ട് ഉടനെ തന്നെ ആ ഒരു കണ്ടക്ടർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൂജാ സാധനങ്ങളോ അല്ലെങ്കിൽ സ്വാമിയുടെ പടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് ആ ഒരു കണ്ടക്ടറുടെ കയ്യിൽ അവിടുത്തെ ആ ഒരു ബോണറ്റ് തുറന്ന് അതിനകത്ത് നിന്നും ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ പതിച്ച ഒരു ഫോട്ടോ എടുത്ത് അവന് കൊടുത്തു. ആ സമയത്ത് ആ രൂപങ്ങളെല്ലാം അവിടെ നിന്നും അപ്രത്യക്ഷമായി. എന്നാൽ പോകുന്ന വഴിയെ ഡ്രൈവർ പറഞ്ഞ ഒരു കഥയുണ്ട് കണ്ടക്ടറോട്. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. സോറി, ഞാൻ നിന്നോട് കാര്യം പറയാൻ മറന്നതല്ല, ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഈ ഒരു കിണറിൻ്റെ ഒരു കഥയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ഒരു ബസ് ബ്രേക്ക് കിട്ടാത്തതെ തുടർന്ന് ആ ഒരു കിണറ്റിലേക്കായിരുന്നു മറിഞ്ഞത്. എന്നാൽ ആ ഒരു കിണറ്റിലേക്ക് വീണ ആ ഒരു ബസ് ആ ഒരു കിണറ്റിൽ വീണതറിയാതെ അതിനകത്തെ 11 പേരുടെ ജീവൻ നഷ്ടമായി. എന്നാൽ അതിൽ നിന്നും ആകെ രക്ഷപ്പെട്ടത് ആ ബസ്സിലെ കണ്ടക്ടറും ആ ഒരു ഡ്രൈവറും മാത്രമായിരുന്നു. അവർ ആ ബസ്സിൽ നിന്നും കയറി വന്നതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് എത്തി ഈ ഒരു കഥ പറഞ്ഞ് ആ ഒരു പോലീസും സന്നാഹങ്ങളും അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ആ ഒരു ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരിച്ചിരുന്നു. അതിൽ കൂടുതലും പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. എങ്കിലും ഫയർഫോഴ്സും അതുപോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആ ഒരു ബസ് അതിനകത്ത് നിന്ന് എടുത്തെങ്കിലും അവർക്ക് ആർക്കും തന്നെ ശരീരഭാഗങ്ങൾ ചിന്നി കിടക്കുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് ശരീരങ്ങൾ കണ്ടെത്താൻ പോലും കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് DNA ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്താണ് ആ ഒരു അവശിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞത്. എന്നാൽ അവിടെ മരണപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് ആ വർഷാവർഷങ്ങളായി അവരുടെ കുടുംബക്കാർ ചെന്ന് ആ ഒരു കിണറിന് ചുറ്റും ആത്മാക്കൾക്ക് വേണ്ടി പൂജകൾ നടത്തുമായിരുന്നു. എന്നാൽ ഈ പൂജകളൊന്നും ആ ആത്മാക്കൾക്ക് ഫലം കാണാതെ വന്നതുകൊണ്ടാണ് നമുക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഒരു അമാനുഷികമായ അല്ലെങ്കിൽ പ്രേതങ്ങൾ വിഹരിക്കുന്ന ഒരു സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നതുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് അടുത്ത ദിവസം ആ കണ്ടക്ടറോട് റോഡിലേക്ക് വരാൻ പറയുന്ന സമയത്ത് ആ ഒരു രാഘവൻ എന്ന് പറഞ്ഞ കണ്ടക്ടർ പറഞ്ഞു, ഞാൻ ഓൾറെഡി എനിക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു ജോലിയാണ്, ഇനി ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു രാഘവൻ പിന്നീട് ആ ഒരു ബസ്സിൽ പോയിട്ടില്ല. എന്നാൽ ഇന്ന് ആ കിണറൊന്നും ഇല്ല കേട്ടോ. ആ ഒരു അമാനുഷികമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ചില പൂജാമന്ത്രങ്ങളൊക്കെ ചെയ്ത് ആ ആത്മാക്കളെ അവിടെ തന്നെ തളച്ച് അവർക്ക് ശാപമോക്ഷങ്ങളെല്ലാം നൽകി പിന്നീട് ആ ഒരു കിണർ മണ്ണിട്ട് മൂടി എന്നാണ് എന്നോട് ഈ ഒരു ഫോളോവർ പറഞ്ഞത്. അദ്ദേഹം ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛന് സംഭവിച്ച കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ബസ് കണ്ടക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം അദ്ദേഹം മരണപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അമാനുഷികമായ പ്രേതകഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളുമായി പറയാനുണ്ട്.